Professor, Madras Institute of Development Studies, research scholar in CDS. My dear colleagues and friends, research scholars, students, by the grace of God, we are here to learn an important topic pertaining the economic life of Kerala Muslims. I don't want to prolong a long introductory speech because we are together with eminent scholars. They have their important research works on this contemporary topic. നിങ്ങളുടെ വിലപ്പെട്ട സമയം കൂടുതലെടുക്കാൻ ഞാൻ മുതിരുന്നില്ല. വിഷയസംബന്ധിയായി ഒരാമുഖ ഭാഷണം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് I want to share an experience. My professor, I have a colleague in my university, his name is Professor Vijaya Veer. He is the head of the Department of Mathematics of our university. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. വളരെയധികം നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വെച്ച് പുലർത്തുന്ന ഒരു പ്രൊഫസറാണ്. ഇദ്ദേഹത്തിന് എന്നെ ഇഷ്ടം ആവാൻ കാരണം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ്. അദ്ദേഹം ഒരു ഉത്തരേന്ത്യൻ ബ്രാഹ്മണനാണ്, നല്ലൊരു മോദി ഭക്തനാണ്. എന്നാലും എന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ വീണ്ടും വീണ്ടും അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി, എൻ്റെ നാട് ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലാണ്. മുസഫർ നഗറിൽ ഒരു കലാപം നടന്നപ്പോൾ, മുസഫർ നഗറിൽ ഇതിൻ്റെ മുമ്പും ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പ് നടന്ന ഒരു കലാപത്തിൽ അവിടെയുണ്ടായിരുന്ന അവരുടെ അയലത്ത് താമസിച്ചിരുന്ന ഒരു മുസ്ലിം ഫാമിലി വീട് വിട്ട് നാട് വിട്ട് പലായനം ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് നിധികളായി കാലാകാലം അവർ സൂക്ഷിച്ചു പോന്നിരുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയെ ഏൽപ്പിച്ചു എന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എക്കണോമിക് ലൈഫ് ഓഫ് മുസ്ലിംസ് ഇൻ കേരള. മൈഗ്രേഷൻ, ട്രേഡ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. മുസ്ലിം സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ സാമ്പത്തികമായ സുസ്ഥിതി, ഉന്നമനം ഒരു ഭാഗത്ത്, രണ്ടാമതായി കേരള മുസ്ലിംകളുടെ സാമ്പത്തികമായ മേഖലയിലെ അധപ്പതനത്തിൻ്റെ കാരണങ്ങൾ, പിന്നീടുണ്ടായ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ക്രിയാത്മകവും
നിഷേധാത്മകവുമായ സമീപനങ്ങൾ, ഇതാണ് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഒരല്പം ഇൻട്രൊഡക്ഷൻ ഇതിനാവശ്യമാണ്. ആ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവവുമായി നമ്മൾ തുലനം ചെയ്യുമ്പോൾ, കേരള മുസ്ലിങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഉള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെക്കുറെ ബാധകമാണ്. കാരണം ഇന്ത്യയിൽ 14,000 സ്വാതന്ത്ര്യത്തിൻ്റെ ശേഷം 14,000 വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സംഘട്ടനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലെല്ലാം മുസ്ലിങ്ങൾ വലിയ ത്യാഗങ്ങൾ സഹിച്ചവരാണ്. പല രീതിയിലുള്ള ത്യാഗങ്ങൾ സഹിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമുദായം സഹിച്ച മുസ്ലിം സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹം സഹിച്ച ഒരു പ്രധാനപ്പെട്ട ത്യാഗമാണ് സാമ്പത്തികമായ പരിത്യാഗം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാലാകാലങ്ങളായി തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന, തങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന വലിയ നിധികളും മറ്റ് ശേഖരങ്ങളും സ്വർണങ്ങളും കനികളും സമ്പത്തുക്കളും ഇട്ടേച്ച് പോകേണ്ട ഒരു പരിത്യാഗം. ഈ പരിത്യാഗം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും. കാരണം മുസ്ലിങ്ങൾ സമ്പന്നരായിരുന്നു. കേരള മുസ്ലിങ്ങൾ അതീവ സമ്പന്നരായ ഒരു സമൂഹമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, വടക്കേ മലബാറിൽ മറ്റുള്ളവരെ ഭരിക്കാൻ പോലും വളർന്ന വലിയ അറക്കൽ രാജവംശം പോലെയുള്ള ഭരണകർത്താക്കളായ ഒരു സമൂഹമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, 1492 വാസ്കോഡി ഗാമ കോഴിക്കോട് കടന്നു വരുന്നതിൻ്റെ മുമ്പ്, അതേപോലെയുള്ള ഡച്ചുകാരെ പോലെയുള്ള ബ്രിട്ടീഷുകാരെ പോലെയുള്ള കൊളോണിയൽ ശക്തികൾ കേരളത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഒരു സാമ്പത്തികമായ സുസ്ഥിതി ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അത്യധികം ഉന്നതമായ ഒരു സാമ്പത്തിക സംസ്കാരത്തിൽ ജീവിച്ച ആളുകളായിരുന്നു. ആ നല്ല അവസ്ഥ, വളരെ ശോഭനമായ ആ സംസ്കാരം അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടങ്ങളിലേക്ക് ചൈനയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതിന് മുമ്പ് അറബികൾ പോലും കച്ചവടത്തിന് വന്നത്. എവിടെ നോക്കിയാലും ഇവിടത്തെ സുഗന്ധദ്രവ്യങ്ങൾ, പക്ഷേ ഈ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ കടൽ ദേശങ്ങളിൽ, അവിടെയുള്ള തീരപ്രദേശങ്ങളിൽ, നാടുകളിൽ, കമ്പോളങ്ങളിൽ, മാർക്കറ്റുകളിൽ, അങ്ങാടികളിലെല്ലാം ആ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. സുഗന്ധദ്രവ്യങ്ങളെ കയറ്റിക്കൊണ്ടുപോകുന്ന അറബികളും അവരുടെ വാഹനങ്ങളും അവരുടെ പത്തേമാരികളും അവരുടെ ഗോഡൗണുകളും ഇവിടെയുള്ള വ്യാപാരികളുടെ വ്യാപാരാവശ്യാർത്ഥമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തോണികളിലും ബോട്ടുകളിലുമുള്ള അവരുടെ സഞ്ചാരങ്ങളുമെല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കപ്പെട്ടിട്ടുണ്ട്. പോർച്ചുഗീസ് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു വരുന്നത്, വളരെ നല്ല ഒരു സിറ്റുവേഷൻ ആയിരുന്നു, സാമ്പത്തികമായ അവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർ വന്നു, ആ സമ്പത്ത് കൊള്ളയടിക്കാൻ അവർ ഒരുങ്ങി പുറപ്പെട്ടു. അവർ കൊളോണിവൽക്കരണത്തിൻ്റെ, കൊളോണിയലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയും അതാണ്. നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ പരമപ്രധാനമായി കൊള്ളയടിച്ചത് മുസ്ലിങ്ങളുടെ സമ്പത്താണ്. പിന്നീട് വന്ന ഡച്ചുകാർക്കും ചെയ്യാനുണ്ടായിരുന്നത് അതുതന്നെയാണ്. അവരുടെ കൊളോണിയൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ്, ഇവിടെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ, ഇവിടെയുള്ള മലഞ്ചരക്ക് വ്യാപാരങ്ങളുടെ കുത്തകകൾ, ഇതെല്ലാം അവരിലേക്ക് മോണോപ്പൊളി ട്രേഡ് മോണോപ്പൊളി തങ്ങളിലേക്ക് ഏറ്റുപിടിക്കുക, തങ്ങൾ നാട് കടത്തി കൊണ്ടുപോവുക എന്നതായിരുന്നു അവരുടെയൊക്കെ പോളിസി. ഇത് തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരും ഇവിടെ ചെയ്തത്. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹത്തിന് ചില ബേസിക് കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണെങ്കിൽ അത് ഇപ്പോഴും ഇന്നും ഇന്നലെയുമൊക്കെ ഉത്തരേന്ത്യ മുതലിങ്ങ്
തിരുവനന്തപുരം മുതൽ എറണാകുളം മറൈൻ ഡ്രൈവ് വരെ നമ്മൾ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹം എന്ന് പറഞ്ഞാൽ അവരുടെ മനാന്തരങ്ങളിൽ നിരൂഢമായ ഒരു കാര്യമാണ് ചെറുത്ത് നിൽപ്പിക്കുന്നത്. ചെറുത്ത് നിൽക്കുക. അത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ ഇവിടെ ചെറുത്ത് നിന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഡച്ചുകാർ വന്നപ്പോൾ അവരെ ചെറുത്ത് തോൽപ്പിച്ചത് മുസ്ലിങ്ങളാണ്. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെയും ചെറുത്ത് തോൽപ്പിച്ചത് മുസ്ലിങ്ങളാണ്. ഈ ചെറുത്ത് നിൽപ്പിൻ്റെ ഈ പോരാട്ടങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം സാമ്പത്തികമായ പരിത്യാഗം ചെയ്തത്. ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം അവരെ ഈ പരിത്യാഗത്തിന് വേണ്ടി പ്രേരിപ്പിച്ച പണ്ഡിതന്മാർ, ഗ്രന്ഥമെഴുതിയ പണ്ഡിതന്മാർ, അവർക്കതിന് പ്രേരണ കൊടുത്ത ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ഇവരുടെയൊക്കെ ചരിത്രം ഇവിടെ പറയാനുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഒന്നാമതായി മുസ്ലിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, ഒരു തിന്മ കണ്ടാൽ അതിനെ തടയുന്ന, ചെറുത്ത് തോൽപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ലോകത്തെല്ലാ കാലത്തും എല്ലായിടത്തും ഇന്നും അത് നിർബാധം തുടരുന്നു. അതിൻ്റെ പേരിൽ പരിത്യാഗം സഹിച്ചവരാണ്, സാമ്പത്തികമായ പരിത്യാഗം സഹിച്ചതാണ് ഇന്ന് നിലവിലുള്ള സാമ്പത്തികമായ പിന്നാക്കാവസ്ഥയുടെ ഒരു മൂലകാരണം. ഇന്ന് നമ്മുടെ കേരള മുസ്ലിങ്ങളുടെ സാമ്പത്തിക അധപ്പതനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. രണ്ടാമതായി, ഈ കൊളോണിയൽ ശക്തികൾ തങ്ങൾക്ക് ആവുന്ന സമ്പത്തുക്കൾ തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. ഒന്ന്, തങ്ങൾക്ക് കൊണ്ടുപോവാനാവാത്ത കാര്യങ്ങളിൽ, ഉദാഹരണമായി ഇവിടുത്തെ ലാൻഡ്, ഒരുപാട് മുസ്ലിങ്ങളുണ്ടായിരുന്നു, ഭൂസ്വത്തുക്കളുള്ള ജന്മിമാരായ സമ്പന്നരായ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടായിരുന്നു. മുസ്ലിംകളിൽ നിന്നും ഇവർ തങ്ങൾക്കെതിരെ പോരാടിയതിൻ്റെ പേരിൽ, തങ്ങൾക്കെതിരെ സംഘട്ടനത്തിലേർപ്പെട്ടതിൻ്റെ പേരിൽ, സമരം ചെയ്തതിൻ്റെ പേരിൽ തങ്ങളുടെ അധികാര മുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് ലാൻഡുകൾ ഇവിടെയുള്ള സവർണ വിഭാഗത്തിന് പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഭൂമികൾ ഇവിടെയുള്ള ഹിന്ദുക്കളായ സവർണ മേലാളന്മാർക്ക് പോർച്ചുഗീസുകാരും ഡച്ചുകാരും അതേപോലെ പിന്നീട് വന്ന ബ്രിട്ടീഷുകാരും പതിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ലാൻഡ്, നമ്മുടെ പ്രപിതാക്കളുടെ ലാൻഡ് പിന്നീട് അവരുടെ കരങ്ങളിലായി. കാരണം അവരൊരിക്കലും ഈ ചെറുത്തുനിൽപ്പ് അവർക്കുണ്ടായിരുന്നില്ല. ചെറുത്തുനിൽപ്പിൻ്റെ അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ ചരിത്രം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലില്ലാതെ. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഭരണകർത്താക്കളോടൊപ്പം, അതാത് കാലത്ത് വരുന്ന ഭരണകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് ആവശ്യമായ രീതിയിലുള്ള സമ്പത്തുക്കൾ നേടിയെടുക്കുകയും പ്രത്യേകിച്ച് ഭൂമി നേടിയെടുക്കുകയും അവരോടൊപ്പം ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ അധപ്പതനത്തിൻ്റെ ഓരോ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രിട്ടീഷുകാരൊക്കെ പോയി. ബ്രിട്ടീഷുകാർ പോയതിൻ്റെ ശേഷം ഇവിടെ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്രൂരത, നമുക്ക് വേണമെങ്കിൽ അതിനെ ക്രൂരത എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ സവർണ മേലാളന്മാർ പിന്നെയും ഇവിടെ തന്നെയുണ്ട്. ഇവിടുത്തെ ഭരണകാര്യങ്ങളിൽ അവരിടപെട്ടു. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന മുഴുവൻ പദ്ധതികളിലും അവർ വളരെ സജീവമായി ഇടപെടുകയുണ്ടായി. സർക്കാർ ഉദ്യോഗങ്ങളിൽ വളരെ സജീവമായി അവർ കയറിപ്പറ്റുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിലെല്ലാം മുസ്ലിം സമുദായം, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം കൃത്യമായി പറഞ്ഞാൽ 10 വർഷത്തിനിടയിൽ 7000-ലധികം നിയമനങ്ങൾ പോലും നമ്മളെ മാറി മാറി ഭരിച്ച കേരളീയ ഗവൺമെൻറ്റുകൾ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട ഒരുപാട് ക്രിമിലിയറുകളും ഒരുപാട് സംവരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയതിൻ്റെ ശേഷമാണ് ഈ ജാതികൾ മുസ്ലിം സമൂഹത്തിന് ജോലികളും അതേപോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള നമ്മുടെ തൊഴിലുകൾ അവർ സംവരണം ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഈ സംവരണം തന്ന തൊഴിൽ തന്നെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 7000-ലധികം തൊഴിലുകൾ നിയമനങ്ങൾ നടത്താതെ 10 വർഷം, ഇതൊരു കമ്മീഷൻ്റെ റിപ്പോർട്ട് മാത്രമാണ്.
കഴിഞ്ഞ കാലത്ത് നടന്ന ഒരു റിപ്പോർട്ട്. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇവിടെ പഠനം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ മുസ്ലിം സമൂഹത്തിന് അർഹമായ നിയമനങ്ങൾ പോലും നടത്താതെ ഒരു സമുദായത്തെ ഒരു മൂലയിലേക്ക് സാമ്പത്തികമായി തകർക്കുക എന്ന ഗൂഢമായ ലക്ഷ്യത്തോടെ ഒരു സമുദായത്തെ പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തുകയുണ്ടായി. ഇവിടെയാണ്, ഈ പ്രത്യേകമായ ഒരു പ്രതലത്തിലാണ് ഗൾഫ് മൈഗ്രേഷൻ എന്ന ഒരു പുതിയ സാഹചര്യം കേരള മുസ്ലിങ്ങളിലേക്ക് രൂപപ്പെട്ടു വരുന്നത്. 1950-കളിൽ 60-കളിൽ 70-കളിൽ പതുക്കെ ഗൾഫ് മൈഗ്രേഷൻ മുസ്ലിങ്ങൾക്ക് ചെയ്യുവാനുള്ള, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കുവാനുള്ള ഏക ആശ്രയം ആ ഗൾഫ് മൈഗ്രേഷൻ ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സുഹൃത്ത് ലിറാറ്, ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ കുറേ കാലം പഠിച്ചവരാണ്. ഡൽഹിയിൽ, അല്ലെങ്കിൽ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലുള്ള ഗ്രാമാന്തരങ്ങളിൽ എവിടെ പോയി നോക്കുകയാണെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട് യാതൊരു സാമ്പത്തികമായ സുസ്ഥിതിക്കും സാധ്യതയില്ലാത്ത വിധത്തിലാണ് മുസ്ലിങ്ങൾ വളരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പാരമ്പര്യമായി ഒരു വ്യാപാര ബന്ധം അറബികളുമായി ഉണ്ടായ കാരണത്താൽ നാം വീണ്ടും ആ വ്യാപാര ബന്ധത്തിലൂടെ ഗൾഫിലേക്ക് രണ്ടാമതായി മൈഗ്രേഷൻ നടത്തുകയുണ്ടായി. ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മുടെ പ്രപിതാക്കൾ ആ മൈഗ്രേഷൻ്റെ പ്രാരംഭഘട്ടത്തിൽ സഹിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ബോംബെയിലേക്ക് പോയി, ബോംബെയിൽ നിന്ന് കപ്പലുകളിൽ കയറി 3-4 മാസങ്ങൾ ഏതൊക്കെയോ കടലിടുക്കുകളിലൂടെ സഞ്ചരിച്ച് ബർമയിലെത്തി. ബർമയിൽ നിന്ന് വീണ്ടും സഞ്ചരിച്ച് ഏതൊക്കെയോ പോർട്ടുകളിലൂടെ ഗോർഫുഖാൻ കുന്നുകളൊക്കെ താണ്ടി കടന്നുകൊണ്ട് ദുബൈയിലേക്ക്, അതേപോലെയുള്ള ഗൾഫ് പട്ടണങ്ങളിലേക്ക് നമ്മുടെ പ്രപിതാക്കൾ എത്തിപ്പെടുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരുപാട് ഡോക്യുമെൻ്റുകളും, അതുപോലെ എൻ്റെ സുഹൃത്ത് ഇൻ്റർനാഷണൽ സ്റ്റഡീസിലെ പ്രൊഫസറായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അതേപോലെ ഡോക്ടർ ജാഫർ, ഇവരൊക്കെ ആ വിഷയം ഗവേഷണം ചെയ്ത ആളുകളാണ്. കൂടുതൽ വ്യക്തമായവർക്ക് അവതരിപ്പിക്കാൻ പറ്റും. ഞാൻ എൻ്റെ സംസാരം ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. ആ ഗൾഫ് മൈഗ്രേഷൻ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ആളുകൾ ഒരുപാട് എങ്ങനെ ഒരു എൻ്റർപ്രണർഷിപ്പ് നടത്താം എന്ന് കേരളീയ സമൂഹത്തെ പഠിപ്പിച്ചു. 46% റവന്യൂ കേരളത്തിലേക്ക് അയക്കുന്ന ഒരു സമുദായമായി നമ്മുടെ മുസ്ലിം സമുദായം മാറുകയുണ്ടായി. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. 2 പേപ്പർ ആ വിഷയത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ ഒരുപാട് അനന്തരഫലങ്ങൾ ഈ ഗൾഫ് മൈഗ്രേഷൻ്റെ ശേഷം നമ്മുടെ നാട്ടിലുണ്ടാവുകയുണ്ടായി. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്ന് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കുകയാണെങ്കിലും ബിൽഡിങ്ങുകളുടെ വലിയ വലിയ കെട്ടിടങ്ങളുടെ സമുച്ചയങ്ങളാണ്. ഇത് ഈ ഒരു മൈഗ്രേഷൻ്റെ ശേഷം കേരളത്തിൽ നടന്ന ഒരു മാറ്റമാണ്. ഇപ്പോൾ ഞാൻ 1990-ലാണ് ഈ ക്യാമ്പസിൽ വരുന്നത്. അന്ന് ദാറുൽ ഹുദ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നില പള്ളിയാണ്. മെയിൻ ബിൽഡിങ്ങിൽ ഒരൊറ്റ നില ബിൽഡിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു മാറ്റം, ഇന്ന് നാം ഈ കാണുന്ന മാറ്റം നമ്മുടെ ഈ ക്യാമ്പസിൽ മാത്രമല്ല, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള മദ്രസകളിലും പള്ളികളിലും മതസ്ഥാപനങ്ങളിലും വീടുകളിലും മറ്റ് കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം നടക്കുകയുണ്ടായി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ആ എൻ്റർപ്രണർഷിപ്പ് വിജയിക്കാത്ത രൂപത്തിൽ എല്ലാവരും ഒരു 25,000 ദിർഹം എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഗൾഫിൽ എവിടെയെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പിടിക്കുകയുണ്ടായി. അതുകൊണ്ട് സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ എൻ്റർപ്രണർഷിപ്പ് കേരളീയ സാഹചര്യത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാൻ. ഞാൻ ഒരു 6 വർഷം മുമ്പ് ഒരു പഠനം നടത്തിയിരുന്നു.
കേരളത്തിലുള്ള സ്ത്രീകളിൽ എത്രമാത്രം എൻ്റർപ്രണർഷിപ്പ് സ്മോൾ സ്കെയിൽ എൻ്റർപ്രണർഷിപ്പ് നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞാൽ എവിടെയും അങ്ങനെ നടക്കുന്നതായി നമുക്കറിയില്ല. നമ്മൾ ഒരുപാട് പഞ്ചായത്തുകളിൽ പോയി നോക്കി, ആ പഞ്ചായത്ത് സെക്രട്ടറിമാരുമായി ഇൻ്റർവ്യൂ നടത്തി നോക്കി. അവരൊക്കെ പറയുന്ന പരാതി കേവലം കുടുംബശ്രീ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സ്വന്തമായി നടത്തുന്ന എൻ്റർപ്രണർഷിപ്പ് ഇല്ല. കുടുംബശ്രീ പോലെയുള്ള മറ്റ് എൻ്റർപ്രണർഷിപ്പുകളിലും മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വസമൂദല്ലദീന ജാബു സഖ്റ ബിൽ വാദി എന്ന പരിശുദ്ധ ഖുർആനിൽ എവിടെയോ നമുക്ക് കാണാം. സമൂദിനെ പരിചയപ്പെടുത്തിയത് ജാബു സഖ്റ ബിൽ വാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? JCB അല്ലേ? ജാബു സഖ്റ ബിൽ വാദ്, പർവ്വതങ്ങളെ തുരന്ന് കെട്ടിടങ്ങളുണ്ടാക്കി, വലിയ വലിയ പാറക്കെട്ടുകൾ പൊട്ടിച്ച് തുരന്ന് അവിടങ്ങളിൽ കൊട്ടാരങ്ങളുണ്ടാക്കി. ഇത് ഖുർആനിൽ സമൂദിനെ കുറിച്ച് പറയുന്ന ഒരു സൂക്തമാണ്. സത്യത്തിൽ ഈ മൈഗ്രേഷൻ്റെ ശേഷം, ഗൾഫ് മൈഗ്രേഷൻ്റെ ശേഷം നമ്മുടെ നാട്ടിലും സംഭവിച്ചത് അതാണ്. എല്ലാ മേഖലകളിലും ഡെത്ത് അല്ലെങ്കിൽ ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഇനി പൊളിച്ചാൽ കോൺക്രീറ്റ് കൂടാരങ്ങൾ മാത്രം ലഭിക്കുന്ന രൂപത്തിൽ ഒരുപാട് ഡെഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിഷേധാത്മകമായി നാം നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത് ഉപയോഗിക്കുകയുണ്ടായി. അതിൻ്റെ അനന്തരഫലങ്ങൾ ഒരുപാട്. വടക്കേ മലബാറുകളൊക്കെ പോയാൽ നമുക്കിത് നന്നായി കാണാൻ സാധിക്കും. വേറൊരു വശം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ്. ഇന്ന് ഒരുപാട് മതവിദ്യാഭ്യാസ ജാഗരണ പ്രവർത്തനങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനൊന്നും ഇത്രയും വലിയ കോൺക്രീറ്റ് സൗധങ്ങളും കെട്ടിടങ്ങളും ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമതൊരു പോയിന്റ് കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു എൻ്റർപ്രണർഷിപ്പ് ഇവിടെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനൊരു ക്യാപിറ്റൽ ആവശ്യമാണ്. ഈ നെറ്റ് ക്യാപിറ്റൽ സർവ്വസാധാരണമായി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലുള്ള സമ്പന്നരായ ആളുകളിൽ നിന്നാണ്. പക്ഷേ ഇന്ന് ആ എൻ്റർപ്രണർഷിപ്പ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ കൊടുക്കാൻ സമ്പന്നരായ ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ അതിൻ്റെ സാഹചര്യം ഇന്നിവിടെ ഇല്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, സക്കാത്തിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ ഫിസിക്കൽ പോളിസികളെക്കുറിച്ചും നമ്മൾ വാദോരാതെ സംസാരിക്കുന്നവരാണ്. പക്ഷെ ദയനീയമെന്ന് പറയട്ടെ, ഇത്രയും സമ്പന്നന്മാരായ ആളുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാട് വളർന്നിട്ടുണ്ടെങ്കിലും സക്കാത്ത് കാര്യക്ഷമമായ രൂപത്തിൽ കൊടുക്കുകയും അത് സമൂഹത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗപ്പെടുന്ന ഒരു സാഹചര്യവും ഇതുവരെ രൂപപ്പെട്ടു വന്നിട്ടില്ല. ഇപ്പോൾ പോവർട്ടിയെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് പറയാനുണ്ടാവും, പോവർട്ടിയിൽ ഒരു യൂട്ടിലിറ്റി തിയറി ഉണ്ട്. സമ്പത്ത് ഉള്ള ആളുകൾക്ക് കുറേ പാവങ്ങൾ ഉണ്ടാവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമാണ്. പോവർട്ടി ഓരോ നാട്ടിലും നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതാണ്. ഒരു നാട്ടിൽ പോവർട്ടി ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ നാട്ടിലുള്ള സമ്പന്നരായ ആളുകൾ പോവർട്ടി ഉണ്ടാവണമെന്നത് അത് നീങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തൽ. ഏറ്റവും പ്രധാനമായ കാരണം അതാണ്. പോവർട്ടിയെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാവും. അത് നമ്പർ 1 ആ സമൂഹത്തിലുള്ള വെൽത്തി ക്ലാസ് ആയിരിക്കും. അതാണ് സത്യത്തിൽ ഇവിടെ നമ്മുടെ കേരള മുസ്ലിങ്ങളിൽ സർവ്വസാധാരണമായി ഇന്ന് നടക്കുന്നത്. കുറച്ചാളുകൾക്ക് ചിലപ്പോൾ കളക്ഷൻ കൊടുത്തിരിക്കും, പിരിവ് കൊടുത്തിരിക്കും, വീട്ടിൽ വന്നാൽ സഹായിക്കാൻ അവർ കൊടുത്തിരിക്കും. പക്ഷെ കൊടുക്കേണ്ട പോലെ സക്കാത്ത് കിട്ടപ്പെടുത്തി, ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അത് തിട്ടപ്പെടുത്തി ആ നാട്ടിലെ പോവർട്ടി എലിവേറ്റ് ചെയ്യുവാൻ, അത് ഇല്ലാതാക്കുവാൻ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ സന്നദ്ധരല്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യമായും അവസാനമായും ഇവിടെ സൂചിപ്പിക്കാനുള്ളത്,
ഒന്ന് സോഷ്യൽ എൻ്റർപ്രണർഷിപ്പ്, എൻ്റർപ്രണർഷിപ്പ് നമ്മൾ വികസിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു കാലമാണ്. നാട്ടിൻപുറങ്ങളിൽ ദാരിദ്ര്യം കുറയ്ക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എൻ്റർപ്രണർഷിപ്പിലൂടെ നമുക്ക് ഇനിയും ചെയ്യാവുന്നതാണ്. രണ്ട്, ഈ എൻ്റർപ്രണർഷിപ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി സക്കാത്ത് സംവിധാനത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള പ്രഗത്ഭരായ ആളുകളെ ഇനിയും അവബോധം നടത്തേണ്ടത്, അല്ലെങ്കിൽ അവരെ ഉത്ബോധിപ്പിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. മൂന്നാമതായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം പ്രോഗ്രാമുകൾ ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുന്നു, ഒരുപാട് റിസർച്ച് സ്കോളേഴ്സ് ഇവിടെ വന്നു സംസാരിക്കുന്നു, അതവർ പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനായി അവരുടെ സിസ്റ്റങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്നതിലപ്പുറം ഇപ്പോൾ കേരളത്തിലുള്ള ഗൾഫ് മൈഗ്രേഷനെക്കുറിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള നിരവധി റിസർച്ച് വർക്കുകൾ, ഗവേഷണ പഠനങ്ങൾ നടക്കൽ വളരെ അത്യാവശ്യമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും. One more addition, please. Now the people are discussing about the consequence of the Gulf re-migration. Now it is better to ask for new horizons. Now we, the people of Africa, are ready to open for you new windows and new doors, and you are welcome to African countries. And most of the Gulf migrants seeking many opportunities in African countries. We have 54 countries in African continent now, and many of these countries have enough natural resources. Now I know a lot of people, they were good business people in Gulf countries, especially in Middle East countries, and now they settled in African countries, especially in Nigeria and Kenya, South Africa. Thank you. അത് നിങ്ങളെ ഏൽപ്പിച്ചു കേട്ടോ. Okay. Sir, one more question. To whom? You are addressing to whom? To Vera, sir. Okay. Here discussed about the migration of to Arab countries. Yeah. Is there any chance or any history the migration of people to here the discussed about the migration to find the job or money? Is there any history of the migration of the Kerala people to live or constant or stay the other countries? For example, the partition, when the history of partition of India, the Muslims went to migrated from here to Pakistan. Is there any other historical chance, historical background of Kerala people? They were migrated from here to other countries. Yeah, before we go to Gulf countries, first of all we were going to Burma, isn't it? Before Burma, the people of Kerala used to travel to Singapore, Malaysia, South Asian countries, Indonesia. Yeah, sir. Yeah. They went to find job. I think my question is that they went to stay or constant their life in that countries, like the formation of Israel. There are so many Israelis, Jewish migrate from here to Israel, and like that. Like that we I can think find out a small number of people in the field of religious propagation, in the as missionary people. Even the scholars of Kerala, they migrated to other parts of the world. Even I can know some scholars, they migrated from Malappuram district to the African countries
for the purpose of missionary activities. Okay, let me conclude, please. Thank you for audience. A special appreciation to the audience for your patience of 3 hours, more than 3 hours. And my presenters and coordinator. First of all, I'm here to thank Dr. Lirar, MG University, for his wonderful presentation on Gulf migration. And he discussed a lot of parts of this topic: Arab wars, oil politics, and impact of return migration. Once again, I'm thankful to you. Your presentation was wonderful. At the same time, I have a complaint to you to highlight the trade and migration to the African continents. That's why my friend raised the question. Then the second presenter, Dr. Jafar, discussed a lot of parts of Islamic economics, highlighting the possibility of Islamic finance and economics in academic institutions. And he focused about the Islamic finance in the academic situation of religious institution. Even he highlighted Darul Huda. But it is pity to say that Darul Huda has no any course in Islamic finance. Am I right? You have any course in Islamic finance? The presenters was discussing about is Darul Huda offering courses in Islamic banking and finance. I strongly oppose his argument and statement. At the same time, I suggest to start the courses of Islamic banking, Islamic economics and finance in the Religions Institute. We can start from DH first. And the last presenter, the youngest and powerful presenter, Ashraful Khalq, he is appreciated for his wonderful presentation, and he discussed a lot various points on Gulf migration. And one more thing is appreciated because he proved his arguments in the light of powerful data and strong argument. And here I want to conclude my speech. Once again, I want to raise a resolution in front of my coordinator. The resolution is that, number one, this session demands or request or suggest to the organizers to start to rethink about the establishment of institutions to study about the Gulf migrant, particularly in the scenario of nitaqats and post-nitaqats. It is the right time to study about the new horizons and new opportunities and new places for our next migration. And now, it is a conclusion. Once again, I am thanking all of you. Thank you. And finally, I conclude with a line of Allama Iqbal. Wayana kami mata ek karavan jata raha. Wayana kami mata ek karavan jata raha. कारवान के दिल से एहसास ज़यान भी जाता रहा.